അംശയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാരാഷ്ട്രയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി എല്ലാ ശനിയാഴ്ച വൈകിട്ട് 4:30 കൈരളി ന്യൂസിൽ. കാണാം പ്രധാന വാർത്തകൾ. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. Azure Builders, building beyond blue. മഹാരാഷ്ട്ര മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ എതിരില്ലാതെ വിജയിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം. എല്ലാ വിജയങ്ങളും റദ്ദാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറോട് ഉദ്ധവ് താക്കറെ. BMC ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം വീണ്ടും മഹാരാഷ്ട്രയിൽ ചൂടുപിടിച്ചിരിക്കുകയാണ്. ശിവസേന ഉദ്ധവ് വിഭാഗം മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന സഖ്യത്തിന്റെ പ്രകടന പത്രിക മുംബൈയിലെ ശിവസേന ഭവനിൽ പുറത്തിറക്കി. മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 69 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് ജനാധിപത്യ विरुद्धമാണെന്ന് उद्धव ठाकरे आरोपिച്ചു. जे मतदार ज्यांना आपण जेनझी म्हणतो, पहिल्या प्रथम मतदान करणार आहेत किंवा होते, त्यांचा मतदानाचा अधिकार तुम्ही नाकारलेला आहात. तिथल्या वॉर्डाची प्रक्रिया ही रद्द करून പുനർപ്രക്രിയ घेऊन യുവതലമുറ ഉൾപ്പെടെയുള്ള പൗരന്മാർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം നിഷേധിക്കപ്പെടുകയാണെന്നും ഈ 69 വിജയങ്ങളും റദ്ദാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഉദ്ധവ് ആവശ്യപ്പെട്ടു. മുംബൈയിലെ തെരുവുകളിൽ ചൂടും വടാപ്പാവിനും പ്രിയമേറുന്നു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ചൂട് പിടിച്ച പ്രചരണങ്ങൾക്കിടയിൽ പെട്ടെന്ന് വിശപ്പടക്കാനുള്ള ഭക്ഷണമായും വീണ്ടും ചർച്ചയാകുകയാണ് മഹാരാഷ്ട്രയുടെ സ്വന്തം വടപ്പാവ്. ജനപ്രിയമായ ഈ നാടൻ ഭക്ഷണം എങ്ങനെ വോട്ടർമാരിലേക്കുള്ള വഴിയായി മാറുന്നു എന്നതാണ് കൗതുകം. മുംബൈയിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികളും സാധാരണക്കാരും ദിവസവും ആശ്രയിക്കുന്ന ലഘുഭക്ഷണമാണ് വടാപ്പാവ്. പക്ഷെ തെരഞ്ഞെടുപ്പ് കാലമെത്തുമ്പോൾ ഈ വടാപ്പാവ് വെറും ഭക്ഷണമല്ല, തിരക്കേറിയ പ്രചരണങ്ങൾക്കിടയിൽ പെട്ടെന്ന് വിശപ്പടക്കാനുള്ള ആശ്രയം കൂടിയാണിത്. താനെ വാർഡ് നമ്പർ 4 മത്സരിക്കുന്ന ശശിധരൻ നായർ പറയുന്നതും ഇത് തന്നെ. പെട്ടെന്ന് വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് ബോംബെ കിട്ടുന്ന ഒരു സാധനമാണ് വടാപ്പാവ്. ചൂട് വടാപ്പാവ് ഏറ്റവും നല്ലതാണ്, ഹെൽത്തിയാണ്. അതുകൂടെ സമോസയോ ഇപ്പോൾ ഇവിടുത്തെ മിസൽ പാവോ എന്ത് കഴിച്ചാലും വയറ് നിറയും. സുബഹ से शाम तक भागता है. इलेक्शन का कैंपेनिंग का टाइम वडापाव जिंदाबाद. മുംബൈയിലും പ്രാന്തപ്രദേശങ്ങളിലുമായി ഇക്കുറി നിരവധി മലയാളികളാണ് മത്സര രംഗത്തുള്ളത്. മുൻ കേന്ദ്ര സഹമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ സുരേഷ് കൽമാഡിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി പൂനെ. രാഷ്ട്രീയ ജീവിതത്തിൽ നിരവധി നിർണായക പദവികൾ വഹിച്ച കൽമാഡി ദേശീയതല കായിക ഭരണരംഗത്തും വർഷങ്ങളോളം സജീവ സാന്നിധ്യമായിരുന്നു. മുൻ കേന്ദ്ര സഹമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ സുരേഷ് കൽമാഡിക്ക് ജന്മനഗരം അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രീയ കായിക പൊതുജീവിതത്തിൽ ദീർഘകാലം നിറഞ്ഞുനിന്ന നേതാവായിരുന്നു സുരേഷ് കൽമാഡി. കോൺഗ്രസ് പ്രവർത്തകരോടൊപ്പം മറ്റു പാർട്ടികളുടെ നേതാക്കളും അന്ത്യാഞ്ജലി അർപ്പിച്ചു. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ആയിരക്കണക്കിന് അനുയായികളും അന്ത്യയാത്രയ്ക്ക് സാക്ഷിയായി. പൊതുജീവിതത്തിലൂടെ വിവാദങ്ങളും നേട്ടങ്ങളും ഒരുപോലെ കണ്ട നേതാവിന് പൂനെ നഗരം വിട പറഞ്ഞു. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ 2027 ഓഗസ്റ്റിൽ. അതേസമയം 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുഴുവൻ ഇടനാഴിയും 2029 ഡിസംബറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. റെയിൽവേ ടൂറിസത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ അതിവേഗ റെയിൽ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പ്പാകും. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി അടുത്ത വർഷം ഓഗസ്റ്റിൽ പ്രാബല്യത്തിൽ വരുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. पहला सेक्शन है सूरत से बिलीमोरा ओपन होगा, उसके बाद में वापी से सूरत ओपन होगा, उसके बाद में वापी से अहमदाबाद ओपन होगा और उसके बाद में ठाणे से अहमदाबाद ओपन होगा, फिर मुंबई से अहमदाबाद 15 अगस्त 2027. 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുഴുവൻ ഇടനാഴിയും 2029 ഡിസംബറോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. റെയിൽ ടൂറിസത്തിൽ വിപ്ലവം സൃഷ്ടിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ അതിവേഗ റെയിൽ യാത്രയിൽ സുപ്രധാന ചുവടുവയ്പ്പാകും. ഭക്തിഗാനങ്ങളും പ്രാർത്ഥനയും നിറഞ്ഞ ആത്മീയ വേദിയിൽ നിറഞ്ഞാടി മുതിർന്ന നടിയും നർത്തകിയുമായ സുധാ ചന്ദ്രൻ. മുംബൈയിൽ സംഘടിപ്പിച്ച ആത്മീയ ചടങ്ങിനിടെ പകർത്തിയ ദൃശ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരം നേടുന്നത്. മുംബൈയിൽ സംഘടിപ്പിച്ച മാതാ കി ചൗക്കി എന്ന ആത്മീയ ചടങ്ങിനിടെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തപ്പെട്ടത്. വർഷം തോറും നടക്കാറുള്ള ഭജന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു മുതിർന്ന നടി സുധാ ചന്ദ്രൻ. ഭക്തിഗാനങ്ങൾ പുരോഗമിക്കുന്നതിനിടെ ആത്മീയ നൃത്തച്ചൂടുകളോടെ വേദിയിൽ സജീവമായ സുധ പിന്നീട് അതിവൈകാരികമായ പ്രതികരണങ്ങളിലേക്ക് മാറുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. ചടങ്ങിനിടെ സമീപത്തുണ്ടായിരുന്നവർ നടിയെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതും ഇതിനിടെ ഭർത്താവ് രവി അടക്കമുള്ളവരോടും സുധ അതിരുകടന്ന പ്രതികരണം കാണിച്ചതായും ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ടെലിവിഷൻ രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത ചടങ്ങിലായിരുന്നു സംഭവം. വെള്ളയും ചുവപ്പും നിറത്തിലുള്ള സാരി ധരിച്ചിരുന്ന സുധയുടെ നെറ്റിയിൽ ജയ് മാതാദി എന്നെഴുതിയ തുണിയും കെട്ടിയിരുന്നു. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയരുന്നത്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം കാണാം മഹാരാഷ്ട്രയിലെ കൂടുതൽ വിശേഷങ്ങൾ.